വലിയ തോതിൽ അവിടെ അഴിമതിയും ക്രമക്കേടും നിയമനവും തട്ടിപ്പും ഒക്കെ അവിടെ നടക്കുന്നു. നമ്മൾ ഈ RCC ക്യാൻസർ ചികിത്സാ കേന്ദ്രമായതുകൊണ്ട് അവിടുത്തെ മറ്റു കാര്യങ്ങളിലേക്ക് പൊതുവെ മാധ്യമങ്ങൾ പോലും കടന്നു ചെല്ലാറില്ല. താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അതിൽ 800ഓളം പേര് പങ്കെടുക്കുന്നു. ഓരോ വ്യക്തികളും 300 രൂപ ഫീസ് നൽകിയാണ് ഈ അപേക്ഷാ ഫോം അവിടെ നിന്ന് കൈപ്പറ്റുന്നത്. അവർക്ക് ചോദ്യപേപ്പർ മുന്നേ കൂട്ടി തന്നെ കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ ചോദ്യത്തിനും അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് ഡയറക്ടറെ കൈമാറുകയും അടിയന്തര നടപടി എന്ന നിലയ്ക്ക് ആ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അന്വേഷിച്ച് കുറ്റക്കാരായി ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിലും മറ്റുമൊക്കെ ഒരാൾ മാത്രമായിരുന്നില്ല, 7-8 പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ആൾക്കാരെ എല്ലാം തന്നെ കുറ്റക്കാരും അതിനകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ചില എഞ്ചിനീയർമാരെ നിയമിച്ചിട്ടുള്ളത് കുടുംബശ്രീ വഴി ന്യായമാണെങ്കിൽ അതിനൊന്നും തെറ്റില്ല. പക്ഷേ ഈ പിൻവാതിൽ നിയമനം മാത്രം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് പേര് ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം RCCയിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ അനധികൃതമായുള്ള നിയമനം നടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അതായത് ബന്ധു നിയമനം ഉൾപ്പെടെയുള്ള നിയമനങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. ഗുരുതരമായ അട്ടിമറിയാണ് ഈ ഒരു സ്റ്റാഫ് നഴ്സ് നിയമനത്തിൽ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ പരാതി നൽകിയ പൊതുപ്രവർത്തകനായ ശ്രീകാര്യം ശ്രീകുമാർ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇത് RCCയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം വലിയ തോതിൽ അവിടെ അഴിമതിയും ക്രമക്കേടും നിയമനവും തട്ടിപ്പും ഒക്കെ അവിടെ നടക്കുന്നു. നമ്മൾ ഈ RCC ക്യാൻസർ ചികിത്സാ കേന്ദ്രമായതുകൊണ്ട് അവിടുത്തെ മറ്റു കാര്യങ്ങളിലേക്ക് പൊതുവെ മാധ്യമങ്ങൾ പോലും കടന്നു ചെല്ലാറില്ല. പക്ഷേ അതിൻ്റെ ഒരു മറവിൽ നടക്കുന്നത് വൻപിച്ച ക്രമക്കേടും അഴിമതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകിയിട്ടുള്ളതും 15/7/25 ഒരു നോട്ടിഫിക്കേഷൻ 219 സ്റ്റാഫ് നേഴ്സുമാരുടെ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അതിൽ 800ഓളം പേര് പങ്കെടുക്കുന്നു. ഓരോ വ്യക്തികളും 300 രൂപ ഫീസ് നൽകിയാണ് ഈ അപേക്ഷാ ഫോം അവിടെ നിന്ന് കൈപ്പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷ നടത്തുമ്പോൾ ചീഫ് നേഴ്സിംഗ് ഓഫീസർ തന്നെയാണ് ഇതിൻ്റെ എല്ലാ മേൽനോട്ട ചുമതലയും. അവരുടെ കീഴിൽ 4-5 ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ചീഫ് നേഴ്സിംഗ് ഓഫീസറാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. ഈ ചീഫ് നേഴ്സിംഗ് ഓഫീസർ തന്നെയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. ഈ പരീക്ഷ നടത്തിക്കുന്നതും അവർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പരീക്ഷ നടത്തുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെ നിയമനവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവർ അവരുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ അടുപ്പക്കാരോ ഇതിനകത്ത് പങ്കെടുക്കുകയാണെങ്കിൽ അവർ സ്വയം ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് RCCയുടെ റൂൾസ്. അപ്പോൾ ആ റൂൾസ് മൊത്തം അറിയാമായിരുന്നിട്ടും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ അതിൽ പങ്കെടുപ്പിച്ചു. അവർക്ക് ചോദ്യപേപ്പർ മുന്നേ കൂട്ടി തന്നെ കൊടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ ചോദ്യത്തിനും അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിലും അവർ തന്നെ പങ്കെടുത്തു. അപ്പം ഈ 219 പേരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആ പട്ടിക മൊത്തത്തിലുണ്ട്. അപ്പോൾ അതിൽ 18 പേരെ നിയമിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ജോലി ചെയ്യുകയാണ്. ഈ 18 പേരിൽ 15 പേരും നിയമനം നേടിയ 15 പേരും ഈ ചീഫ് നേഴ്സിംഗ് ഓഫീസറുടെ അടുത്ത ബന്ധുക്കളും അടുപ്പക്കാരും വേണ്ടപ്പെട്ടവരുമായി വന്നു. അതിൻ്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഴിമതിയെ സംബന്ധിച്ച് ഈ നിയമനത്തിൽ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പരാതിയായിട്ട് നൽകി. അതിനെ സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ നടപടിയും വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് ഡയറക്ടറെ കൈമാറുകയും അടിയന്തര നടപടി എന്ന നിലയ്ക്ക് ആ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ ആൾക്കാർ അവിടെ ജോലി നേടി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് യഥാർത്ഥത്തിൽ റദ്ദ് ചെയ്ത് ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ളവരെ അവിടെ നിന്ന് മാറ്റണം. എങ്കിൽ മാത്രമേ ഈ അഴിമതിക്കും ക്രമവിരുദ്ധ നടപടിക്കുമൊക്കെ ഒരു പരിസമാപ്തിയാവുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നതാണ്. കാര്യം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഒരു 4 അംഗ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ന്യായമായ നടപടി എന്ന് പറയുന്നത് ഈ പരിശോധനയിൽ തെളിയുന്ന കാര്യപക്ഷം മുഴുവൻ ഈ നിയമനവും റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ പരീക്ഷ നടത്തി
സുതാര്യമായി അർഹതപ്പെട്ടവർക്ക് ജോലി ലഭിക്കുന്ന തരത്തിൽ ഇത് ചെയ്യണം. നമുക്ക് നോക്കുമ്പോൾ ഇത് താൽക്കാലിക നിയമനമാണെന്ന് തോന്നുമെങ്കിലും ഈ താൽക്കാലികമായി കയറുന്നവർ തന്നെയാണ് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് സ്ഥിരം നിയമനമാവുന്നത്. അത് PSCക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് കൂടി നടന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിനെക്കൊണ്ട് ഇത് സമഗ്രമായ സർക്കാരിൻ്റെ ഒരു ഏജൻസി, വിജിലൻസോ ക്രൈംബ്രാഞ്ചോ പോലെയുള്ള ഒരു ഏജൻസി ഇത് അന്വേഷിച്ച് കുറ്റക്കാരായി ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ ബോർഡിലും മറ്റുമൊക്കെ ഒരാൾ മാത്രമായിരുന്നില്ല, 7-8 പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ആൾക്കാരെ എല്ലാം തന്നെ കുറ്റക്കാരും അതിനകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം മറ്റൊന്ന് പറയുവാനുള്ളത്, ഈ RCCയിൽ കഴിഞ്ഞ ഡയറക്ടറുടെ കാലഘട്ടത്തിൽ, ഇപ്പോൾ പുതിയ ഡയറക്ടർ വന്നിട്ട് 2-3 മാസമേ ആവുന്നുള്ളൂ. അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ നിരന്തരമായ നിയമനങ്ങളും അഴിമതികളും നടന്നു. നിരന്തരം സമരം ഞങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. നിരവധി പരാതികൾ ഇതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നടപടി ഉണ്ടായില്ല. നിയമനത്തിൻ്റെ കാര്യത്തിൽ ഈ ആതുരാലയത്തിൻ്റെ ക്യാൻസർ ചികിത്സ എന്ന ആ ഒരു കാര്യം മറയാക്കിക്കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ പോലും ക്യാൻസർ ചികിത്സാലയമല്ലേ, അവിടെ നമ്മൾ കൂടുതൽ വാർത്തകൾ നൽകണ്ട എന്നുള്ള അത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിനെ മറയാക്കിക്കൊണ്ട് ഒരു ഭാഗം ഉദ്യോഗസ്ഥർ ഇതിനെ വലിയ കൊള്ള സംഘമാക്കി മാറ്റിയിട്ടുണ്ട്. അത് മരുന്നു മാഫിയയുടെ കാര്യമായാലും അവിടുത്തെ പർച്ചേസുകളുടെ കാര്യമായാലും മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, അവിടെ ഡോക്ടർ ഒഴികെ എഞ്ചിനീയറെ വരെ താൽക്കാലികമായി നിയമിച്ചു. ചിലതൊക്കെ കുടുംബശ്രീ വഴി, ചില എഞ്ചിനീയർമാരെ നിയമിച്ചിട്ടുള്ളത് കുടുംബശ്രീ വഴി. അതുപോലെ എല്ലാ ടെക്നിക്കൽ ഉദ്യോഗസ്ഥരെയും കുടുംബശ്രീ, ജനശ്രീ, വനശ്രീ, ഇങ്ങനെ പല ശ്രീ വഴിയും അവിടെ നിയമിച്ചു. ഇതൊക്കെ വലിയ ക്രമക്കേടും അഴിമതിയും ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടി ഒരു സുതാര്യമായ അന്വേഷണം നടത്തി ഈ കഴിഞ്ഞ ഡയറക്ടറുടെ കാലഘട്ടം, കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ എല്ലാ നിയമനങ്ങളെക്കുറിച്ചും ഒരു പുനഃപരിശോധന നടത്തണം. അഴിമതിക്കും അനീതിക്കുമെതിരെ ഒരു ശക്തമായ നിലപാട് ഉണ്ടാവണം. നമ്മുടെ ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. സത്യത്തിൽ നമുക്ക് ഈ റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയൊരു വിഭാഗം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉണ്ട്. അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ എത്രയോ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഇഴഞ്ഞ് ഉള്ള സമരം വരെ അത്ര ദയനീയമാണ്. ശയനപ്രദക്ഷിണം നടത്തി. അപ്പോൾ ഈ സർക്കാർ ഒന്ന് കാലാവധി കഴിയുന്നതുവരെ കാത്തിരിക്കും. അത് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരെല്ലാം അനാഥരായി പോവുകയാണ്. അവർക്ക് ഒരു തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം. അപ്പോൾ ഇത്രയും റാങ്ക് ലിസ്റ്റ് ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം നടത്തുന്നത്? ഇപ്പോൾ തന്നെ ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ജോലി ചെയ്ത എല്ലാവരും സ്ഥിരപ്പെടുത്താൻ പോവുകയാണ്. ന്യായമാണെങ്കിൽ അതിനൊന്നും തെറ്റില്ല. പക്ഷേ ഈ പിൻവാതിൽ നിയമനം മാത്രം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് പേര് ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. അവർ ഗതികെട്ട് നിൽക്കുകയാണ്, തെരുവിൽ നിൽക്കുകയാണ്. എത്രയോ സമരങ്ങൾ മഴ കൊണ്ട്. അപ്പോൾ അവർക്ക് നീതി വേണ്ടേ? എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്ന തരത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം. എന്തായാലും ഈ തസ്തികയിൽ കയറിപ്പറ്റിയവർ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ പരാതിക്കാരനായ ശ്രീകാര്യം ശ്രീകുമാർ വിജിലൻസിനെ ഉൾപ്പെടെ സമീപിക്കാനുള്ള ശ്രമമാണ് നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.